വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. മുബഷീർ, സഞ്ചരിക്കുന്ന വാഹനം പോലീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞൊരു തോന്നലുണ്ടായാൽ സ്പോട്ടിൽ അടുത്ത വാഹനം അടക്കം കിട്ടാനുള്ളൊരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ. മധു, അത് തന്നെയാണ് അർജുൻ ആയങ്കി എന്ന് പറയുന്ന പോലീസ് ഇപ്പോൾ അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുന്ന അർജുൻ ആയങ്കി കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെത്തിയ അതിനിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഏറ്റവും പുതിയ വിവരം ഈ ദൃശ്യങ്ങൾക്ക് പിന്നാലെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചില സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഈ അർജുൻ ആയങ്കി ഒളിവിൽ പോകുന്നതിന് സഹായിച്ചു എന്നുള്ളൊരു വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രതി കൂടിയാണ് അർജുൻ ആയങ്കി. അന്നത്തെ SP അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തതായിരുന്നു. ആ സംഭവത്തിലേറെ ദുരൂഹതകൾ ബാക്കിയുണ്ട്. അന്വേഷണമൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള പല സ്വർണ്ണക്കടത്ത് ഇടപാടുകളിൽ ഇപ്പോഴും അർജുൻ ആയങ്കിയുടെ പേര് നമ്മൾ കേൾക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്ന സ്വർണ്ണക്കടത്ത് കേസിലും അർജുൻ ആയങ്കിയുടെ പേര് കേട്ടിരുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ പോലീസ് തിരയുന്ന അർജുൻ ആയങ്കി മലപ്പുറം ജില്ലയിലൂടെ കടന്നുപോയ സമയത്ത് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒളിവിൽ പോകുന്നതിന് വേണ്ടി സഹായം ചെയ്തു കൊടുത്തതിൽ പ്രധാനികൾ ജില്ലയിലെ തന്നെ പല പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്ത് സംഘത്തിൽപ്പെട്ട ആളുകളാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 പേരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇത് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന CCTV ദൃശ്യങ്ങൾ, ഏറ്റവും നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ മലപ്പുറം ജില്ലയിൽ തന്നെ എടപ്പാളിലെ വട്ടംകുളത്തെ ആയുർവേദ ആശുപത്രിക്ക് സമീപത്തെ ഒരു ചായക്കടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ എത്തി അർജുൻ ആയങ്കി തന്റെ കൂട്ടാളികളോടൊപ്പം ചായ കുടിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകിട്ട് നടുവെട്ടത്തെത്തി വാഹനം മറ്റൊരു വാഹനത്തിൽ കയറി അർജുൻ ആയങ്കി മാറിപ്പോയി എന്നുള്ള വിവരം കൂടി ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. പോലീസ് അരിച്ചു പൊറുക്കുന്നുണ്ട്. പല ഭാഗങ്ങളായിട്ട് കരുതൽ തടങ്കലിൽ തിരുവനന്തപുരത്ത് 3 പേർ കസ്റ്റഡിയിൽ. ഇപ്പോൾ ഈ 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അപ്പോ എത്ര ആളുകളാണ് ആയികയ്ക്ക് വേണ്ടിയുള്ള പോലീസിന്റെ വേട്ടയിൽ കസ്റ്റഡിയിലാകുന്നത്? കൂടുതൽ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉണ്ടാകും അല്ലേ? തീർച്ചയായും അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. സുഹൃത്തുക്കൾ എന്നതിനപ്പുറത്തേക്ക് ചില മാഫിയ സംഘങ്ങൾ, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ മലപ്പുറം, പെരിന്തൽമണ്ണ, കരിപ്പൂര്, തിരൂര്, കുറ്റിപ്പുറം ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സംഘങ്ങൾ അർജുൻ ആയങ്കിയെ ഒളിവിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ആ സംഘത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെയാണ് നിലവിൽ മലപ്പുറത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമാനമായ രീതിയിൽ ആയങ്കി കടന്നുപോയ പാതയിലൊക്കെ തന്നെ ഇവർ വഴിയൊരുക്കി കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പോലീസിന്റെ പരിശോധന നടക്കുന്ന മേഖലകളിൽ അർജുൻ ആയങ്കി കടന്നു വരുമ്പോൾ അയാൾക്ക് ഈ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തത് ഈ സംഘങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം നമ്മൾ അറിയേണ്ടത് മധു, നേരത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നുൾപ്പെടെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. മലപ്പുറത്ത് നിന്നും അത്തരത്തിൽ ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നുൾപ്പെടെ അർജുൻ ആയങ്കിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. കാരണം പോലീസ് ഇത്രയധികം സംസ്ഥാനത്തിനകത്തും പുറത്തും അരിച്ചു പുറക്കി തിരച്ചിൽ നടത്തുമ്പോൾ വ്യാപക പരിശോധന നടത്തിയിട്ടും അർജുൻ ആയങ്കിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഓരോ സമയത്തും അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സിസ്റ്റമാണ്, ഇവിടെയുള്ള വ്യവസ്ഥിതിയാണ് തന്നെ ഈ വിധത്തിലാക്കിയത്. താനൊരു തെറ്റും ചെയ്തിട്ടുള്ള ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി പോലും ഇതിൽ പ്രതികരണം നടത്തി. പ്രതിരോധത്തിലായ ഒരു ഘട്ടത്തിൽ പോലും അർജുൻ ആയങ്കിയെ പിടികൂടാൻ സാധിക്കാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അതിനിർണായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ അർജുൻ ആയങ്കിയുടെ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടായിരിക്കും ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അർജുൻ ആയങ്കി ഈ വിധത്തിൽ ഒളിവിൽ പോകുന്നു എന്ന് തെളിയിക്കുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന പോലീസിന് പോലും കണ്ടെത്താൻ കഴിയാതെ രക്ഷപ്പെട്ടു നടന്നുകൊണ്ടിരിക്കുന്ന അർജുൻ ആയങ്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പോലീസിന്റെ പരിശോധനയിൽ എന്താണ് സംഭവിക്കുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട വിവരം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ ഇടപാടിനെ കുറിച്ചാണ്. പ്രത്യേകിച്ചും ഈ വടക്കൻ കേരളത്തിലെ കരിപ്പൂർ, അതോടൊപ്പം തന്നെ കണ്ണൂർ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തുകൾ, ഈ കൊണ്ടുവരുന്ന സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തി കൂടിയാണ് അർജുൻ ആയങ്കി. ആയങ്കിയുടെ നേതൃത്വത്തിൽ നിരവധി യുവാക്കൾ തന്നെ ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നറിയാം. നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ടും അർജുൻ ആയങ്കിക്ക് ലിങ്ക് ഉണ്ടായിരുന്നെന്ന് കരിപ്പൂർ SHO തന്നെ അത് സ്ഥിരീകരിച്ചതാണ്. സ്വാഭാവികമായിട്ടും ഇയാൾ ഒളിവിൽ പോയ പാതകളിലൊക്കെ തന്നെ മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഘങ്ങളുടെ സഹായം ലഭിച്ചു എന്ന് അടിവരയിടുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തു വരുന്നത്. കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആയെങ്കിൽ ഒളിവിലല്ല, ഇങ്ങനെ പരസ്യമായി നടക്കുകയാണ്. അതിന് കൃത്യമായ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. വാഹനം വേണ്ടപ്പോൾ വാഹനം, ഭക്ഷണം വേണ്ടപ്പോൾ ഭക്ഷണം, കൂട്ടുകാർ വേണ്ടപ്പോൾ കൂട്ടുകാർ എന്ന നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോണൽ കൃഷ്ണ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, ഇപ്പം തൃശ്ശൂരിലുണ്ട് എന്നൊരു വിവരമായിരുന്നു പോലീസിന്. ഈ ദൃശ്യങ്ങൾ പക്ഷെ കുറച്ച് മുൻപത്തേതാണ്. എങ്ങോട്ടാണ് റൂട്ട് എന്നത് സംബന്ധിച്ച് പോലീസിന് വിവരങ്ങളില്ല. തീർച്ചയായിട്ടും, അതായത്
ഈ തൃശ്ശൂരിലുണ്ട് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വായിക്കേണ്ട സാഹചര്യം കൂടി ഉണ്ട് എന്ന് കൂടി പറഞ്ഞു വെക്കണം മാധു. കാരണം ഇന്നലെ വൈകിട്ടോടെ ആ തൃശ്ശൂരിലേക്ക് പോകുന്ന വഴി ആ പോലീസ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അർജുൻ ആയെങ്കി കുറ്റിപ്പുറത്ത് MES അടുത്ത് വെച്ചാണ് ഇത്തരത്തിൽ വാഹനം മാറിക്കയറുന്നത്. അത് വലിയ പ്രതിസന്ധി പോലീസിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പോലീസ് എല്ലാ ട്രാക്കുകളും കേന്ദ്രീകരിച്ച് എല്ലാ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് അർജുൻ ആയങ്കിയെ ഫോളോ ചെയ്ത് വരികയായിരുന്നു. പക്ഷേ ഇത് കൃത്യമായി മനസ്സിലാക്കിയ അർജുൻ ആയങ്കി കുറ്റിപ്പുറം MES പരിസരത്ത് വെച്ച് കാറ് മാറിക്കൊണ്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും പ്രധാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ കഴിഞ്ഞ 5-ാം തീയതി ഇത്തരത്തിൽ എടപ്പാളിലുള്ള വട്ടക്കുളത്തുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അർജുൻ ആയങ്കിക്കൊപ്പമുള്ള 4 പേരെ ആ 4 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ തിരൂർ DYSP സിദ്ദിഖ് സാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ ഇവിടെ എത്തി പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. അതിലാണ് നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നത്. ആയുർവേദ ആശുപത്രിയിലേക്ക് എത്തിയ അദ്ദേഹം തൊട്ടടുത്തുള്ള ചായക്കടയിൽ വന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഇന്നലെ ഈ റൂട്ടിൽ അതായത് കുറ്റിപ്പുറം എടപ്പാൾ തൃശ്ശൂർ റൂട്ടിൽ അർജുൻ ആയങ്കി സഞ്ചരിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് അയാൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. 5-ാം തീയതി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അർജുൻ ആയങ്കിക്കൊപ്പം ഉണ്ടായിരുന്ന സംഘത്തിലെ 4 പേരെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇവരെ വിശദമായിട്ട് ചോദ്യം ചെയ്തു വരികയാണ്. ആരൊക്കെ സഹായം അർജുൻ ആയങ്കിക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ചങ്ങരംകുളം പോലീസിന്റെയും തിരൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതിന് പുറകെയുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എന്തായാലും എത്രയോ പെട്ടെന്നാണ് ഈ പോലീസ് തന്റെ പുറകിലുണ്ട് എന്നുള്ള വിവരം അർജുൻ ആയങ്കിക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പിടികൂടുമെന്ന് ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് അർജുൻ ആയങ്കി കാറ് മാറിക്കൊണ്ട് മറ്റൊരു വാഹനത്തിൽ കയറി തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വെച്ച് അതായത് കുറച്ചു മുമ്പ് ആയങ്കി ഇട്ടൊരു പോസ്റ്റിൽ പറയുന്നത് പ്രതിസന്ധിയിലാകുമ്പോഴാണ് ആരാണ് സുഹൃത്തുക്കൾ എന്നത് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. പോലീസ് പിന്നാലെ ഉണ്ട് എന്നും ഒരുപക്ഷെ കേസും കൂട്ടവുമായി ഒപ്പം ചേരേണ്ടി വരും എന്നും ബോധ്യപ്പെടുന്ന സമയത്തും ഇത്ര അധികം ആളുകൾ സഹായവുമായി നിൽക്കുകയാണ്. ആയങ്കി മാത്രമല്ല, ആരും പേടിക്കുന്നില്ല പോലീസിനെ. എത്രത്തോളം പോലീസിന്റെ പരിശോധനകളെ സിമ്പിളാക്കിക്കൊണ്ടാണ് അർജുൻ ആയങ്കി കടന്നു കളയുന്നത് എന്നുള്ളത് CCTV ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അയാൾക്ക് ഒരു തരത്തിലുള്ള ഭയവുമില്ല, പരിഭ്രാന്തിയുമില്ല. വളരെ കൂളായിട്ട് ഇറങ്ങി വന്ന ഒരു മുണ്ടും ഷർട്ടൊക്കെ തന്നെ ധരിച്ച് ആ ആയുർവേദ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ചായക്കടയിൽ നിന്നും ചായ കുടിക്കുന്ന ദൃശ്യങ്ങൾ അതാണ് നമുക്ക് CCTVയിൽ കാണാൻ സാധിക്കുന്നത്. അതോ സമാനമായ രീതിയിൽ മലപ്പുറം ജില്ലയിലെ പലയിടങ്ങളിൽ അയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു എന്ന വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതുകൊണ്ട് കൂടിയാണ് മലപ്പുറത്ത് നിന്നും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായുള്ള ആളുകളുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 പേരെയാണ് ചങ്ങരംകുളത്ത് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചങ്ങരംകുളത്ത് നിന്ന് അറസ്റ്റിലായ ആളുകൾക്ക് അന്വേഷണം തുടരുകയാണ്. 4 പേരാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് മലപ്പുറത്ത് നിന്ന് അറസ്റ്റിലായിരിക്കുന്നത്. 3 പേർ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റിലായിട്ട് 8 പേരെ കരുതൽ തടങ്കലിലെടുത്തിട്ടുണ്ട് കണ്ണൂരിൽ.